ഒരാളുടെ നിന്ന് ഇടിയെല്ലാം കിട്ടി, മുഖമെല്ലാം നീരൊക്കെ വെച്ച് ഞാൻ വളരെ സങ്കടത്തോടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ഇനി കോളേജിലേ പോകേണ്ടെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് സെമിനാരി വരണം എന്നൊരു ചിന്തയെല്ലാം കൂടുതലായിട്ട് എന്നിൽ രൂപപ്പെട്ടത്. അത്രയും അടിപൊളി ലൈഫായിട്ടാണ് സെമിനാരി പോലും കളിയും കാര്യങ്ങളും പ്രാർത്ഥനയും പഠനവും എല്ലാം ആയിട്ട് വളരെ സന്തോഷത്തോടെ പോയി. ശംസിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ നിതിൻ തകടിയേൽ. ഞാനിപ്പോൾ ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ മണിക്കടവ് ഫെറോന അസിസ്റ്റൻ്റ് വികാരിയായിട്ടാണ്. എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലെ മാലോം ഫെറോനയിലെ പുഞ്ച ഇടവകയാണ്. എൻ്റെ വീട്ടിൽ പപ്പയും അമ്മയും അനിയത്തിയും അമ്മച്ചിയും ഉണ്ട്. പപ്പ കൃഷിക്കാരനാണ്, അമ്മ ഹൗസ് വൈഫാണ്. അമ്മച്ചി വീട്ടിൽ തന്നെയുണ്ട്. പെങ്ങൾ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്പോർട്സ് മേഖലയിലോട്ട് വരാൻ കാരണം പപ്പ തന്നെയാണ്. കാരണം പപ്പ പണ്ട് കാലത്ത് ഗുസ്തിയെല്ലാം പഠിച്ച് ഒരു ഗുസ്തി പ്ലെയറൊക്കെ ആയിരുന്നു. വലിയ മത്സരങ്ങൾക്കൊന്നും പോയതായിട്ടും കിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു സ്പോർട്സിനോട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ജിമ്മിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് സ്പോർട്സ് മേഖലയിലൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. ചെറിയ കാലം മുതലേ ഓടുവാനായിട്ടൊരു താല്പര്യമാണ്. ഓട്ട മത്സരങ്ങൾക്ക് സ്കൂളിൽ പങ്കെടുക്കുവാനായിട്ടും തുടർന്ന് സബ് ജില്ലാ തലത്തിലേക്കും ജില്ലാ തലത്തിലേക്കൊക്കെ പോകുവാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കബഡി പഠിച്ച്, അല്ലെങ്കിൽ കബഡിയൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ പണ്ട് കൂടുതലായിട്ടുണ്ടായിരുന്നത്. കബഡിയെല്ലാം കളിച്ച് സബ് ജില്ലാ ടൂർണമെൻറ്റിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ സ്പോർട്സ് ചെറുപ്പം തൊട്ട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ബോക്സിങ് പഠിക്കണം അങ്ങനെ ഒരാഗ്രഹമൊക്കെ ആയിട്ട് കോളേജിൽ ചെന്നു. കോളേജിൽ ചേർന്നപ്പോൾ ബോക്സിങ്ങൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ചേർന്നേക്കാന്നൊക്കെ വെച്ച് ചേർന്നു. ആദ്യത്തെ വർഷം പ്രാക്ടീസൊക്കെ ചെയ്ത് കുറേ പ്രാക്ടീസൊക്കെ ചെയ്ത് ഈ മത്സര ദിവസത്തിൻ്റെ തലേ ദിവസം പ്രാക്ടീസ് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ഒരാളുടെ നിന്ന് ഇടിയെല്ലാം കിട്ടി, മുഖമെല്ലാം നീരൊക്കെ വെച്ച് ഞാൻ വളരെ സങ്കടത്തോടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് നാളെ കളിക്കാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ പറയാതെയാണ് ഈ ബോക്സിങ് പ്രാക്ടീസിന് പോവുകയും മത്സരിക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഖത്തെ നീരെല്ലാം കണ്ടതുകൊണ്ട് പപ്പ അത് സമ്മതിച്ചില്ല. മുഖമെല്ലാം നീര് വെക്കുമ്പോൾ കാരണന്മാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ എന്നോട് പറഞ്ഞു, നീ ഇനി കോളേജിലേ പോകേണ്ടെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. പക്ഷേ പിന്നീട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ തുടർന്നും രണ്ടാമത്തെ വർഷം ഞാൻ അധികമായിട്ടൊന്നും വീട്ടിൽ പറയാതെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച് ഹോസ്റ്റലിൽ നിന്ന് പോയി വന്ന് ഈ ബോക്സിങ് പ്രാക്ടീസൊക്കെ നടത്തി 3 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. ഒരു വർഷം മത്സരിക്കുവാനായിട്ട് പോയി. അവിടെ യൂണിവേഴ്സിറ്റി തലത്തിൽ 3rd പ്രൈസ് കിട്ടുകയുണ്ടായി. ചെറുപ്പം മുതലേ വലിയൊരു തീക്ഷ്ണതയൊന്നും സെമിനാരി പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഡിഗ്രി കാലഘട്ടമൊക്കെ എത്തിയപ്പോൾ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സെമിനാരി പോകണമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നത്. KCMൻ്റെ ഒരു സ്വാധീനവും, അല്ലെങ്കിൽ KCMലൂടെ പള്ളിയിലോട്ടെടുത്തു, പള്ളിയുടെ സഭയോടെടുത്തു, അങ്ങനെ വിശ്വാസം കൂടുതലൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് സെമിനാരി വരണം എന്നൊരു ചിന്തയെല്ലാം കൂടുതലായിട്ട് എന്നിൽ രൂപപ്പെട്ടത്. സെമിനാരി പോകണമെന്നൊരു ചിന്ത ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് അന്നത്തെ എൻ്റെ വികാരിച്ചനായ ജിബീച്ചനോടാണ്. അപ്പോൾ അച്ഛൻ സപ്പോർട്ടൊക്കെ ചെയ്തു. ഞാനത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ വീട്ടിൽ അത്രയും സപ്പോർട്ട് ചെയ്തില്ല. ഒറ്റപ്പുത്രനേ ഉള്ളൂ, ഇളയതൊരു പെങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആരും നോക്കുമെന്നൊരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പപ്പ തീർച്ചയായിട്ടും അതിനെ ഉത്സാഹപ്പെടുത്തി. അമ്മ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തു. പെങ്ങൾക്ക് സങ്കടമായിരുന്നു. മൂത്തൊരാങ്ങള സെമിനാരി പോകുന്നതിനൊക്കെ അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. അവനൊരു പുരോഗതനായിട്ട് കാണുന്നത് ആ നിമിഷത്തെ നിങ്ങൾ ഓർത്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും. ആ ഒരു അച്ഛൻ്റെ ഒരു ചോദ്യം തീർച്ചയായിട്ടും അമ്മേനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ആണെങ്കിൽ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പെങ്ങൾക്കൊക്കെ എപ്പോഴും സങ്കടമുള്ള കാര്യമായിരുന്നു. ഒരു അച്ഛനാകുന്ന 2 വർഷം മുമ്പ് വരെയൊക്കെ പെങ്ങളെപ്പോഴും പറയും, നീ എന്തിനാണ് പോയത് എന്നോട് ഇടയ്ക്കൊക്കെ ചോദിക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു 7-8 വയസ്സിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. സെമിനാരിൽ പോയതിനു ശേഷം ഒരിക്കൽ പോലും എനിക്ക് തിരിച്ചു പോരണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അത്രയും ഹാപ്പി ആയിരുന്നു. അത്രയും അടിപൊളി ലൈഫായിട്ടാണ് സെമിനാരിൽ പോലും കളിയും കാര്യങ്ങളും പ്രാർത്ഥനയും പഠനവും എല്ലാം ആയിട്ട് വളരെ സന്തോഷത്തോടെ പോയി. ഒരു ബോക്സിംഗ് താരമാണ് സെമിനാരിലേക്ക് വരുന്നതെന്ന കാര്യം അവിടുത്തെ അച്ഛന്മാർക്ക് തീർച്ചയായിട്ടും അറിയായിരുന്നു.
അതുകൊണ്ട് തന്നെ സെമിനാരിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ബ്രദേഴ്സിന് ചെറിയൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇടി കിട്ടുമെന്ന് പേടിച്ചിട്ടായിരിക്കാം. എന്നിരുന്നാലും ഞാൻ അങ്ങനെ ഇടിച്ചിട്ടൊന്നുമില്ല. എന്നിരുന്നാൽ പോലും അവർക്കൊരു സന്തോഷമായിരുന്നു കൂടി ആയിരുന്നപ്പോഴെല്ലാം. അവിടുന്ന് ബോക്സിംഗ് പ്രാക്ടീസൊക്കെ കുറവായിരുന്നു. പിന്നെ അടുത്തുള്ള ബ്രദേഴ്സിനെയൊക്കെ ഇടിച്ചിടിച്ച് അത്യാവശ്യം പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വോളിബോളും ബാസ്ക്കറ്റ് ബോളൊക്കെ അപ്പോൾ കളിച്ച് തുടങ്ങി. അത്യാവശ്യം കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. എൻ്റെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് തിരുമേനി പള്ളിയാണ്. ചെറുപുഴയ്ക്കടുത്ത സെൻറ്റ് ആൻ്റണീസ് ചർച്ച് തിരുമേനി. അപ്പോൾ അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കണം, കൊച്ചന്മാരാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്ക് സ്പോർട്സിനോട് താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാൾ സാറിനോട് ചോദിച്ച് രാവിലെ പിള്ളേർക്ക് പ്രാക്ടീസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. തുടക്കം ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. ഓട്ടവും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ എക്സസൈസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെയായിരുന്നു. അപ്പോൾ തുടർന്ന് പിള്ളേരെന്നോട് പറഞ്ഞു, അച്ഛന് ബോക്സിങ് അറിയാലോ, ഞങ്ങളെ ഇന്ന് പഠിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ 1-2 സ്റ്റെപ്പുകളെല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാം സന്തോഷമായിട്ട് പോയി. പിന്നീട് പിറ്റേ ദിവസം എന്നോട് കൊച്ചു വന്ന് പറഞ്ഞു, ഞാനും ചേച്ചിയും തമ്മിൽ നിന്നൊരു ഇടി കൂടി, അതുകൊണ്ട് ചേച്ചിയുടെ ഇവിടെ ഇങ്ങനെ പാടുണ്ടെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാറിനോട് പറഞ്ഞു, നമുക്ക് അച്ഛാ ബോക്സിങ് വേണ്ടായിരിക്കും, ചെറിയ പിള്ളേരാണല്ലോ, 7ാം ക്ലാസ് വരെ പിള്ളേരാണ്, ബോക്സിങ് വേണ്ടായിരിക്കും, ബാക്കി പ്രാക്ടീസൊക്കെ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരു 3-4 മാസത്തോളം ഞാൻ പ്രാക്ടീസ് എല്ലാം കൊടുത്ത് 2-3 പിള്ളേരൊക്കെ സബ് ജില്ലയിലൊക്കെ പോയി നന്നായി പെർഫോം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും നല്ല ബന്ധങ്ങളുണ്ടാകുന്ന സ്ഥലം കളിക്കോട്ടുകളാണ്. അത് സെമിനാരി പഠിക്കുന്ന കാലഘട്ടം മുതൽ എനിക്കറിയാം, അല്ല അതിന് മുമ്പും എനിക്കറിയാം, ഇപ്പോഴും അത് മനസ്സിലാക്കുന്നു. നമ്മളൊരു കളിക്കോട്ടിൽ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അവരുടെ കണക്ഷൻ ആകുകയാണ്. തിരുവേനിപ്പള്ളിയിലായിരുന്നപ്പോൾ അവിടെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് മിക്കവാറും പോകുമായിരുന്നു. വൈകുന്നേരത്തിൽ നാനാജാതി വ്യത്യസ്തമായ മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവരും വരുമായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അവരോട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ടും അവരുടെ കൂടെ കളിക്കുവാനായിട്ടും ചിരിക്കുവാനായിട്ടും ഉല്ലസിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടുത്തെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട പൈസ് പടിഞ്ഞാറേമുറിലച്ഛനാണ്. അച്ഛനും എന്നെപ്പോലെ നല്ലൊരു സ്പോർട്സ്മാനാണ്. അദ്ദേഹം സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കരോട്ട ബ്ലാക്ക് ബെൽറ്റൊക്കെ നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കളിക്കാൻ പോകുന്ന കാര്യത്തിലാണെങ്കിലും എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അച്ഛൻ വളരെ സപ്പോർട്ടാണ്. ഞാനിവിടെ വന്നിട്ട് അച്ഛൻ കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ ഒത്തിരിയേറെ സന്തോഷത്തോടെ അച്ഛൻ സമ്മതിച്ചു. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഉള്ളിൽ ആ ഒരു കായിക മികവ് നിൽക്കുന്നത് കൊണ്ടും അച്ഛന് ഒത്തിരിയേറെ കളിയോട് താല്പര്യമുള്ളതുകൊണ്ടാണ്. ഞാൻ ഫാദർ പയസ് പടിഞ്ഞാറേമുറിയിൽ തലശ്ശേരി അതിരൂപതയുടെ മണിക്കടവ് ഫൊറോന പള്ളിയിലെ വികാരിയച്ഛനാണ്. എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തന്നെ വൈദികനായ ജൂനിയർ വൈദികരിൽ ഒരാളായ പ്രശസ്തനായ ബഹുമാനപ്പെട്ട നിതിൻ തകടിയലച്ഛനാണ്. അച്ഛന് കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ എന്നോടൊപ്പം മണിക്കടവിൽ സെൻറ്റ് തോമസ് ഫൊറോന ദേവാലയത്തിൻ്റെ അസിസ്റ്റൻ്റ് വികാരിയായി സേവനമനുഷ്ഠിച്ച് വരികയാണ്. അച്ഛനെ പറ്റി ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് പരിചയമുണ്ട്. അച്ഛൻ സന്ദേശമയിലെ റീജൻസി ബ്രദറായിരുന്ന കാലഘട്ടത്തിൽ ഞാനും അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് മുതലേ ഉള്ള ഒരു സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ട്. ബഹുമാനപ്പെട്ട നിതിനച്ഛനെ ആ കാലയളവ് മുതൽ എനിക്കറിയാം. അച്ഛൻ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരു വ്യക്തിയാണ്. സ്പിരിറ്റ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലും ആ സ്പോർട്സ് രംഗങ്ങളിലുള്ള പാടവം വളരെ പ്രകടമാണ്. പ്രത്യേകിച്ച് അച്ഛൻ ഒരു ബോക്സിംഗ് താരമാണ്. യൂണിവേഴ്സിറ്റി തലങ്ങളിൽ സമ്മാനാർഹനായിട്ടുള്ള ഒരു താരമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഡിഗ്രി കോഴ്സൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം സെമിനാരിയിൽ ചേരുകയും വൈദികനായി തീരുകയും ചെയ്തിട്ടുള്ളത്. എൻ്റെ വ്യക്തിജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയിലും അത് വളരെ പ്രകടമാണ്. ആളുകളുമായിട്ടുള്ള ഇടപെടുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന കാര്യത്തിലുമുള്ള ഒരു ശാന്തത, കൃത്യത, കണിശത, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ ഈ ഒരു ആർട്ട് പഠിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി പറയുകയുണ്ടായി, അച്ഛൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന്. ഞാൻ 2002 വൈദികനായ ഒരു വ്യക്തിയാണ്. ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് ഞാൻ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചൊരു വ്യക്തിയാണ്. ആ കാലയളവിൽ ഞങ്ങളുടെ സെമിനാരിയിൽ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ഷിറ്റോറിയ സ്കൂളിലായിരുന്നു ഞങ്ങളന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ സമ്പായിമാരത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് 2 വൈദികർ, ഞാനും അതുപോലെ പാലക്കാട് രൂപതയുടെ ശ്രീ ബഹുമാനപ്പെട്ട ബിജു പ്ലാത്തോട്ടത്തിൽ അച്ഛനുമാണ് അന്ന് ബ്ലാക്ക് ബെൽറ്റ് നേടിയ 2 വ്യക്തികൾ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അത് ഒത്തിരിയേറെ അനുഗ്രഹപ്രദമായി മാറിയതായി, അത് ഞങ്ങളുടെ ശാരീരിക ക്ഷമത മാത്രമല്ല മാനസികാവസ്ഥയും ധൈര്യത്തെയും നിലപാടുകളെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും നിതിനച്ഛൻ്റെ ജീവിതത്തിലും അത് വളരെ പ്രകടമാണ്. നിതിനച്ഛൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എവിടേക്കായിരുന്നു അവിടെയെല്ലാം യൂത്ത് നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടർ ഉണ്ടായിരിക്കും. കാരണം കളിക്കുന്ന ഒരാളെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്.
അല്ലെങ്കിൽ അച്ഛന്മാരെ ഒത്തിരി ഇഷ്ടമാണ്. അവരുടെ കൂടെ നടക്കുവാനായിട്ടും കൂടെ ഉല്ലസിക്കുവാനായിട്ടും കൂടെ യാത്ര ചെയ്യുവാനായിട്ടൊക്കെ അവർക്ക് ഒത്തിരിയേറെ സന്തോഷമാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിലോട്ടാണെങ്കിലും അസുഖങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് വൈകുന്നേരം കളിക്കാനൊക്കെ പോയി സന്തോഷത്തോടെ ആയിരിക്കുന്നത്. രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴും വൈകുന്നേരം ഒരു കുറച്ച് സമയം പോയി കളിക്കുവാനായിട്ടും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനൊക്കെ നമുക്ക് സമയം കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളെല്ലാം കുറച്ച് ശാരീരികമായൊരു ഫിറ്റ്നസ് അവിടെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ കുർബാന തന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റി വിശുദ്ധ കുർബാനയൊക്കെ ചൊല്ലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടുന്ന നിയമങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനുള്ള പരമാവധി പരിശ്രമിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട നിതിനച്ചൻ്റെ വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഒരു വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ കാര്യത്തിലുമുള്ള ഒരു പെർഫെക്ഷനും ശാന്തതയാണ്. അതാണ് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം. അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും വളരെ ഭക്തിയോടെ കൃത്യതയോടെ സമയബന്ധിതമായി അത് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലരൊക്കെ ചോദിക്കും ഈ ലൈഫിൽ സന്തോഷമാണോ എന്ന്. പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷമാണ്. കാരണം ഒരു നാട്ടിൽ ഒതുങ്ങിപ്പോകേണ്ടിരുന്നൊരു ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഇടവുകളിലൊക്കെ പോയി എല്ലാവരുടെ നല്ല ബന്ധവും ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് പരിചയക്കാരൊക്കെ ഉള്ള ഒരു വൈൽഡ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷമാണ്. ഒരുപാട് പേരെ മനസ്സിലാക്കുവാനായിട്ടും ഒരുപാട് പേർ സൗഹൃദത്തിന് ഒരുപാട് പേരുടെ സുഹൃത്തുക്കളായി മാറുവാനായിട്ടും ഒരുപാട് പേരുടെ കൂടെ ആയിരിക്കുവാനായിട്ട് സാധിച്ചു. ഈ പൗരോഹിത്യ വഴിയിൽ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടും ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിന് താങ്ങായവർക്കും തണലായവർക്കും ഒത്തിരിയേറെ നന്ദി പറയുകയാണ്.